പറയണമെന്നുണ്ടായിരുന്നു. അതായത് വാട്ട് ഐ ഹാവ് ടു ടെൽ. ഞാൻ 2025 കുറേ പേരുടെ റീൽസ് കണ്ടു. അടിപൊളി വർഷമായിരുന്നു. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. സോ ഇത് ഞാൻ ഈ 2025 തീരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. എന്നാലും ആ വർഷത്തിലിരിക്കുന്ന ആ വർഷത്തിൽ കുറ്റം പറയാൻ പാടില്ലല്ലോ. സോ അതുകൊണ്ട് ഞാൻ പറയാതെ ഇപ്പോൾ ആ വർഷം പോയതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതുപോലൊരു വർഷം എനിക്ക് വന്നിട്ടില്ല. അത്രയ്ക്ക് ബോർ വർഷമായിരുന്നു. പക്ഷേ ഇത് പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ അതിനെല്ലാം ബ്രേക്ക് ചെയ്ത് എല്ലാം അനുഭവിച്ച് നമ്മൾ പുറത്തു വന്നുള്ളതാണ്. ഒരുപാട് കരഞ്ഞു, ഒരുപാട് മെൻ്റൽ സ്ട്രെസ് അനുഭവിച്ചു, ഒരുപാട്. അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക്. ദിസ് ഇസ് ഡേ 2 ഓഫ് എങ്ങോട്ടെന്നറിയാത്ത യാത്ര. സോ ഞങ്ങൾ ന്യൂ ഇയർ കഴിഞ്ഞ് എണീറ്റപ്പോൾ വളരെ താമസിച്ചു. പിന്നെ കുറച്ച് പൈനാപ്പിളൊക്കെ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് കഴിച്ച് കരിക്കൊക്കെ കുടിച്ച് ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി. ഞാൻ ആ സമയത്ത് എണീറ്റിട്ട് ഞാൻ റെഡി ആവാനായിട്ട് എത്ര മണിയാണ്? 2 മണിയാണ് അടുപ്പിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പം ഞങ്ങൾ അടുത്ത് കഴിക്കാൻ വെച്ചു, ഫുഡ് കഴിക്കാൻ വെച്ചു. അതിന് മുമ്പ് ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വന്നിട്ട് ഇവിടെയുള്ള എല്ലാവരും നമ്മളെല്ലാം വിചിത്ര ജീവി പോലെ നോക്കുന്ന എന്താ അറിയില്ല. എല്ലാവരും ഇപ്പം എനിക്ക് പനിയുണ്ട്. അപ്പം ഏതായി സുന്ദരൻ നമ്മൾ ഇനി പോകുന്നത് ഫുഡ് കഴിക്കണം. ഫുഡ് നമുക്ക് റാമത്തിൽ കഴിച്ചാലോ? അതോ ലൈറ്റ് ആയിട്ട് മതിയോ? കഴിച്ചിട്ടില്ല. കുറെ ചളിയടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശന്നു. അങ്ങനെ 2 ചേച്ചിമാർ നടത്തുന്ന വീട്ടിലൂണ് കടയിൽ കയറി ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു. നല്ല സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അവിടുന്ന് കഴിച്ചു. അതെ ഗൈസ്, ഈ ചേച്ചി പറയുന്നത് നമ്മുടെ മുത്തപ്പൻ, നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പനാണ്. അപ്പം മുത്തപ്പൻ്റെ അടുത്ത് പോവാതെ എന്ത് കണ്ണൂർ വഴി യാത്രയല്ലേ. സോ നമ്മൾ മുത്തപ്പനെ കാണണമെന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് വിചാരിക്കുകയാണ് പറശ്ശിനിക്കടവ് പോകണമെന്ന്. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം നമ്മൾ ഇറങ്ങി. നമ്മളിത് പോയിട്ടേ പോകത്തുള്ളൂ എന്ന് വിചാരിച്ചു. അങ്ങനെ ആ ചേച്ചി പറഞ്ഞാണ് ചേച്ചിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കാൻ. പിന്നെന്താ, നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ നേരെ വന്നപ്പം കുറച്ച് ലേറ്റായി. ചായയൊക്കെ കുടിക്കാൻ കയറിയപ്പോൾ ലേറ്റ് ആയതാണ് ഗൈസ്. അങ്ങനെ വന്ന് റെഡിയായി അപ്പോൾ തന്നെ അമ്പലത്തിലേക്ക് ഇറങ്ങി. അമ്പലം അടിപൊളി വൈബാണ് ഗൈസ്, ഒരു സംശയം വേണ്ട. മനുഷ്യനെന്നോ മൃഗമെന്നോ ഒന്നും ഒരു തരംതിരിവില്ലാത്ത ഒരു അമ്പലം, അടിപൊളി അമ്പലം തന്നെയാണ്. അവിടെ വന്ന് നമ്മൾ പട്ടികളെയൊക്കെ നോക്കുമ്പോൾ ഇവരൊക്കെ ലാവിഷായിട്ട് കിടക്കുകയാണ് ഗൈസ്. അവർക്കൊന്നും ഒരു കൂസലും ഇല്ല. മനുഷ്യൻ അതിനെയും പേടിയില്ല, അവർക്ക് മനുഷ്യനെയും പേടിയില്ലാത്തൊരവസ്ഥ. സോ ഇവിടെ വന്നപ്പോൾ ഇവളെയാണ് നമുക്ക് കളിപ്പിക്കാൻ കിട്ടിയത്. അവൾ നല്ല കൂട്ടായി കേട്ടോ ഞങ്ങളുമായിട്ട്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു രാവിലെയും കൂടെ മുത്തപ്പനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നത്. വൈകിട്ട് ഞാൻ മുത്തപ്പനായിട്ട് സംസാരിച്ചപ്പോൾ ഒന്ന് കരഞ്ഞായിരുന്നു, സ്വാഭാവികം. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും നമുക്ക് നൈറ്റ് സമയമുണ്ട്. നേരെ ഞങ്ങൾ ഒരു തിയേറ്ററിൽ പോയിട്ട് സർവമായ പടവും കണ്ടു. അടിപൊളി പടം. മൊത്തത്തിൽ ന്യൂ ഇയർ ജനുവരി 1 അടിപൊളിയായിരുന്നു. നേരെ തിരിച്ച് റൂമിൽ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ന്യൂ ഇയർ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഡേ 3 നെക്സ്റ്റ് വീഡിയോ. ബൈ.